ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളായ നാം ഇന്ന് മറ്റേതൊരു കാലത്തെക്കാളും ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ അവർ സമൂഹത്തിൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി ശാന്തിയും സമാധാനവും നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് സുരക്ഷിതമായി നിർഭയമായി നാട്ടിൽ ജീവിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്തവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മളും നമ്മുടെ നാട്ടിൽ, വിശിഷ്യ കേരളത്തിൽ മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടുകളായി വളരെയധികം സൗഹാർദ്ദത്തോട് സ്നേഹത്തോടെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഈ അടുത്ത കാലം വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സാധാരണ കുളം കലക്കി മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ മുസ്ലിം സമുദായത്തെ കൊള്ളരുതാത്തവരാക്കി അവർ രാജ്യത്തിന് അപകടകാരികളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സമുദായം വെറുക്കപ്പെടേണ്ടുന്നവരാണ് എന്നുള്ള നിലക്ക് ഒരു സമുദായത്തോട് വെറുപ്പുണ്ടാക്കി, അകൽച്ചയുണ്ടാക്കി, വർഗീയമായി സമൂഹത്തെ വേർതിരിച്ച് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ വ്യാപകമായി കാണുന്നുണ്ട്. പല നിലക്കുള്ള വിവാദങ്ങൾ, പല പഠന ക്ലാസുകളിലും അവർക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളില്, മുസ്ലിം കുടുംബങ്ങളിൽ, നാടുകളിൽ, രാജ്യത്ത് മൊത്തം മുസ്ലിം സമുദായത്തെ, വ്യക്തികളെയും സമൂഹത്തെയും
നിന്ദിക്കാനും അപമാനിക്കാനും സമൂഹത്തിന്റെ മുമ്പിൽ അവർ കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർക്കാനും ഏതൊക്കെ അവസരങ്ങൾ കിട്ടുമോ ആ അവസരങ്ങളൊക്കെ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം എന്ന് പരിശീലനം ലഭിച്ച, ക്ലാസ് ലഭിച്ച, ആ നിലക്ക് ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പല നിലക്കുള്ള വിവാദങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടു. പല നിലക്കുള്ള വിവാദങ്ങൾ, ലവ് ജിഹാദി വിവാദം, ഹലാൽ വിവാദം, അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും അവസാനമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അമുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്ത് മൊത്തം മുസ്ലിം സമുദായത്തിന്റെ വഖഫ് സംവിധാനം മറ്റുള്ളവരുടെ, ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെയും സ്വത്ത് തട്ടിയടിക്കാനുള്ള എന്തൊക്കെയോ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. ഇങ്ങനെ മുസ്ലിം സമുദായം അപകടകാരികളാണ്, അവര് അകറ്റി നിർത്തപ്പെടേണ്ടുന്നവരാണ് എന്ന നിലക്ക് പ്രചരിപ്പിച്ച് സമുദായത്തെ മാറ്റി നിർത്തിയാൽ, വർഗീയമായി ധ്രുവീകരിച്ചാൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താം എന്ന നിലക്ക് ആസൂത്രിതമായ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ പലപ്പോഴും മുസ്ലിം സമുദായത്തിന് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഉത്ബുദ്ധരായതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ജിഹാദ് വിവാദം വന്നപ്പോ എന്താണ് ജിഹാദ് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഹലാല് വന്നപ്പോ, ഹലാല് വിവാദം വന്നപ്പോ എന്താണ് ഹലാല്, ഹലാൽ എന്ന് പറഞ്ഞാൽ അത് വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞപ്പോ എന്താണ് ഹലാൽ എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിനെ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു നേതൃത്വവും പണ്ഡിതന്മാരും നമുക്കുള്ളത് കൊണ്ട് പല വിവാദങ്ങളെയും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അരിക്കാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രചാരണങ്ങളെയും ഇല്ലാതെയാക്കി കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ നിലക്ക് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ സമൂഹത്തിൽ ഇടപഴകണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഖുത്ബ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇന്ന് ഇപ്പോ മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തികളെയും ജിഹാദികൾ, ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ ജിഹാദി എന്ന പദമാണ് അവരെ കുറിച്ച് പറയപ്പെടുന്നത്. അത് വളരെ ആസൂത്രിതമാണ്. എന്തോ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ മറ്റുള്ളവരെ ആക്രമിക്കുന്ന എന്തോ ഒരു ഏർപ്പാടാണ് എന്ന് വരുത്തി തീർക്കാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മനുഷ്യൻ നന്മയിൽ നിലനിൽക്കുക, ആ നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. വൽ മുജാഹിദു മൻ ജാഹദ ഫീ നഫ്സിഹി മൻ ജാഹദ നഫ്സഹു ഫീ തഅത്തില്ലാ. അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ സ്വന്തം ശരീരത്തോട് പടപൊരുതുന്നവനാണ് മുജാഹിദ്. അല്ലാഹുവിന് കീഴൊതുങ്ങുന്ന കാര്യത്തിൽ സ്വന്തം അൽ മുജാഹിദു, ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ മൻ ജാഹദ, അവൻ പരിശ്രമിച്ചവനാണ്, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തവനാണ്, നഫ്സഹു, അവന്റെ നഫ്സിനോട് ജിഹാദ് ചെയ്തവനാണ്, ഫീ തഅത്തില്ല, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വജാഹിദ് ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ അതുകൊണ്ട് ഖുർആൻ കൊണ്ട് വലിയ ജിഹാദ് നടത്തുക. അപ്പൊ ഖുർആൻ കൊണ്ട് അവനവന്റെ ദേഹച്ചക്കെതിരെ, തിന്മകൾക്കെതിരെ അവനവൻ സ്വന്തത്തോട് നടത്തുന്ന ജിഹാദിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എതിരാളികളോടുള്ള പോരാട്ടത്തിന് വിശുദ്ധ ഖുർആൻ ഖിത്താല് എന്ന പദമാണ് അധികവും ഉപയോഗിച്ചിട്ടുള്ളത്, ജിഹാദ് എന്ന പദമല്ല. അപ്പൊ ജിഹാദി എന്ന് വിളിക്കപ്പെടുമ്പോ അതൊരു ആക്ഷേപവാക്കായിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ജിഹാദി എന്ന വാക്ക് ഓരോ മനുഷ്യനും അവനവന്റെ നഫ്സിനോട് തിന്മകൾക്കെതിരെ പടപൊരുതാനും നന്മയുടെ മാർഗത്തിൽ നിലനിൽക്കാനും ഓരോരുത്തരും അവനവന്റെ നഫ്സിനോട് നടത്തുന്ന പോരാട്ടമാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമുക്ക്
നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? മാമിൻ നബിയിൻ ബഅസഹുല്ലാഹ്, ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല ഫീ ഉമ്മത്തിൻ ഖബലി, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമൂഹത്തിലും, ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂൻ, ആ ഉമ്മത്തിൽപ്പെട്ട കുറെ സഹായികൾ ആ പ്രവാചകൻ ഉണ്ടായിട്ടല്ലാതെ, വഅസ്ഹാബു യഅഖുദൂന ബിസുന്നത്തിഹി, ആ പ്രവാചകന്റെ ചര്യ സ്വീകരിക്കുന്ന കുറെ അനുയായികൾ ഉണ്ടായിട്ടല്ലാതെ, അതുപോലെ തന്നെ തഖ്തദൂന ബിഅംരിഹി, അവര് ആ പ്രവാചകന്റെ കൽപ്പനയെ പിന്തുടരുന്നു. സുമ്മ, പിന്നീട് ഇന്നഹ തഖ്ലുഫു മിൻ ബഅദിഹിം, ആ അമ്പിയാക്കന്മാരുടെ കാലശേഷം അവരുടെ ചില ആളുകൾ അനുയായികളായി വന്നു. യഖൂലൂന, അവര് മാലാ യഖൂലൂൻ, അവര് പറയുന്നു, അവർ പ്രവർത്തിക്കാത്തത്, സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്തത് ആളുകളോട് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അവര് അള്ളാഹു കൽപ്പിക്കാത്തതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു തരം അനുയായികൾ പിൽക്കാലത്ത് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അത്തരത്തിലുള്ള ആളുകൾ ഫമൻ ജാഹ, മുമ്പ് കഴിഞ്ഞ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഉമ്മത്തും അമ്പിയാക്കന്മാർക്കും അവരെ സഹായിക്കുന്ന, അവരുടെ ചര്യകൾ സ്വീകരിക്കുന്ന വലിയൊരു വിഭാഗം അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞ ശേഷം പ്രവർത്തിക്കാത്തത് പറയുകയും ദീനിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തരം അനുയായികൾ ആ അമ്പിയാക്കന്മാരുടെ അനുയായികളായി അറിയപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി പറയാം. എന്റെ ഉമ്മത്തിലും അതുപോലെ ഉണ്ടാകും എന്നൊരു നിലക്കാണ് അത് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാം, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, ആര് മുസ്ലിം ഉമ്മത്തിന്റെ നന്മയിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ എന്താ പറയുന്നത് അറിയോ? ഫമൻ ജാഹദഹും ബിയദിഹി, അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ അവൻ മുഅ്മിനാണ്. അതുപോലെ തന്നെ ഫമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഹൃദയം കൊണ്ട് അവരോട് പോരാടുന്നവൻ, എന്ന് പറഞ്ഞാൽ അതിനെ വെറുക്കുന്നവൻ, അവന് മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി, അവരോട് ലിസാൻ കൊണ്ട് ജിഹാദ് ചെയ്യുന്നവരും മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത ഖർദൽ, അതിനപ്പുറം ഒരു മനസ്സുകൊണ്ട് വെറുക്കുക പോലും ചെയ്യാത്തൊരവസ്ഥ ആണുള്ളതെങ്കിൽ ഒരു കടുക് മണിയോളം ഈമാനും ഇല്ലാത്തവരാണ് അവർ എന്നർത്ഥം. ഇവിടൊക്കെ കൈകൊണ്ട് ജിഹാദ് ചെയ്യുക, നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുക, ഹൃദയം കൊണ്ട് ജിഹാദ് ചെയ്യുക എന്നൊക്കെയാ പറഞ്ഞത്. അപ്പം നന്മയിൽ സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെ പറയുന്ന പേരാണ് ജിഹാദ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ഹലാല് വിവാദം, ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഹലാൽ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹത്തിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു ഏർപ്പാടാണ് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോ അത് ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടല്ല. പകരം നല്ലതേ അള്ളാഹു അനുവദിച്ചിട്ടുള്ളൂ, നല്ലതല്ലാത്തതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. ആ അള്ളാഹു അനുവദിച്ച നല്ല കാര്യങ്ങൾക്കാണ് ഹലാൽ എന്ന് പറയുന്നത്, അള്ളാഹു വിരോധിച്ച ചീത്ത കാര്യങ്ങൾക്കാണ് ഹറാം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു വർഗീയ വിഭജനത്തിലുള്ള എന്തോ ഒരു അജണ്ടയാണ് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹും അത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ, നിരക്ഷരനായ ആ പ്രവാചകനെ പിന്തുടരുന്ന ആളുകൾ, അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, അവരുടെ കൈകളിലുള്ള തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട എഴുതപ്പെട്ട അവർ കാണുന്ന ആ പ്രവാചകനെ പിന്തുടരുന്ന ആളുകൾ, യഅ്മുറുഹും, ആ പ്രവാചകൻ അവരോട് കൽപ്പിക്കുന്നത് ബിൽ മഅറൂഫി, നന്മ കൊണ്ടാണ്, വയൻഹാഹും, അവരോട് വിരോധിക്കുന്നു, അനിൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, വയുഹില്ലു ലഹും അത്വയ്യിബാത്ത്, എല്ലാ നല്ല കാര്യങ്ങളും ആ പ്രവാചകൻ ഹലാലാക്കുന്നു, വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാ ചീത്ത കാര്യങ്ങളും ആ പ്രവാചകൻ ഹറാമാക്കുന്നു. അപ്പൊ സമൂഹത്തിന്റെ മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്കല്ല, മനുഷ്യ സമൂഹത്തിന്റെ നന്മയായി എന്തെല്ലാം ഉണ്ടോ ആ നന്മയൊക്കെ പ്രവാചകൻ ഹലാലാക്കി അനുവദിച്ചിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിന്റെ ബുദ്ധിക്കും ആരോഗ്യത്തിനും അതുപോലെ തന്നെ അഭിമാനത്തിനും പരസ്പര ബന്ധത്തിനും സാമ്പത്തികമായും ഒക്കെ മനുഷ്യർക്ക് നഷ്ടമുണ്ടാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹറാമാക്കിയിട്ടുണ്ട്. അവൻ മനുഷ്യർക്ക് ഗുണമാണ്, നന്മയാണ് ഹലാല് ഹറാമ് എന്ന് നിശ്ചയിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകരം സാമൂഹ്യമായ ഒരു വർഗീയതയല്ല, വിഭാഗീയതയല്ല അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഹലാൽ ഹറാം വിവാദം ഉണ്ടായപ്പോ നമുക്ക് സാധിച്ചു. ഇങ്ങനെ
ഓരോ കാര്യങ്ങളും പലപ്പോഴും മുസ്ലിം സമുദായം വൈകാരികമായി ഇടപഴകാതെ ബുദ്ധിപരമായി വിവേകപൂർവം ക്ഷമയോടുകൂടി മുസ്ലിം സമുദായത്തിന് നേരെ വരുന്ന ഈ വിമർശനത്തിന്റെ കൂരമ്പുകളെ ചെറുക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം സമുദായം തയ്യാറായപ്പോൾ വളരെയധികം മുസ്ലിം സമുദായത്തിന് അനുകൂലമാക്കി ഇത്തരം വിവാദങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുള്ള പ്രദേശത്ത് അമുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു പ്രചരണം നടക്കുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുള്ള പ്രദേശത്ത് ഏറ്റവും നിർഭയരായി കഴിയാൻ അമുസ്ലിമീങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമല്ല, ആ നിലക്ക് അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകുക എന്നത് മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ ബാധ്യതയാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഭൂരിപക്ഷം അമുസ്ലിമീങ്ങളുള്ള പ്രദേശത്ത് ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുള്ള പ്രദേശത്ത് അമുസ്ലിമീങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രചരണം നടക്കുമ്പോ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുള്ള പ്രദേശത്ത് അമുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നിർഭയമായ രൂപത്തിൽ ജീവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക എന്നത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസപരമായ അവരോട് ഖുർആൻ കൽപ്പിക്കുന്ന ബാധ്യതയാണ് എന്ന് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം അള്ളാഹുവിന്റെ റസൂല് നിങ്ങളുടെ അയൽവാസി പട്ടിണിയാണെങ്കിൽ അവൻ ഏത് ജാതി മതത്തിൽപ്പെട്ടവരാണെങ്കിലും വയറ് നിറയെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ചവരാണ്. അവൻ പട്ടിണി കൂടാതെ പ്രയാസങ്ങൾ കൂടാതെ ഒരു മുസ്ലിമിന്റെ അയൽവാസിക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അല്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് പോരാട്ടത്തിന് വരാത്ത ആളുകളെ, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾ, അൻ തബറൂഹും, അത്തരം ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിനെ അല്ലാഹു ഒരിക്കലും വിരോധിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു കൽപ്പിക്കുന്നത് എന്താ അറിയോ? വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾ നീതി കാണിക്കണം. ഇത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തായാലും ന്യൂനപക്ഷ പ്രദേശത്തായാലും ഒക്കെ ഓരോ മുസ്ലിമിനോട് അള്ളാന്റെ കൽപ്പനയാണ് എന്ത്? ഇലൈഹിം, നിങ്ങൾ അമുസ്ലിമീങ്ങളായ ആളുകളോട് നീതി കാണിക്കണം. എന്നിട്ട് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ മുസ്ലിം സമുദായത്തോട് ഇടപഴകി ജീവിക്കുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അവർക്കൊക്കെ നന്മ ചെയ്യാനും അവരോട് നീതി പുലർത്താനും, അങ്ങനെ നീതി പുലർത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് കൂടി അള്ളാഹുവിന്റെ ഖുർആൻ പറയാം. അപ്പൊ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെ പ്രദേശത്ത് സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല എന്ന പ്രചാരണം അത് തിരുത്തേണ്ടത് നമ്മളാണ്, നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രചാരണവും ഏറ്റവും അവസാനമായി രാജ്യത്തുടനീളം വഖഫ് എന്ന സംവിധാനം അത് മറ്റുള്ളവരുടെ ഗവൺമെന്റിന്റെ സ്വത്തും പൊതുമുതലുകളും ഒക്കെ തട്ടിയെടുക്കാനുള്ള എന്തോ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് പ്രചരിപ്പിക്കുക. അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് വഖഫ് ബോർഡുകളും അതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുക. നോക്കൂ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു എന്താണ് വഖഫ് എന്ന് പറഞ്ഞത്. പരലോകത്ത് മരണശേഷം ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കണം എന്ന നിയ്യത്തോടു കൂടി ഓരോ മുസ്ലിമും അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊതുവായിട്ട് വിട്ടുകൊടുക്കുന്ന മുതലുകൾക്കാണ് വഖഫ് എന്ന് പറയുക. അങ്ങനെ ഒരു മുസ്ലിം വഖഫ് ചെയ്യുന്നത് കൊണ്ടോ, അങ്ങനെ കുറെ മുസ്ലിമീങ്ങൾ ഓരോ നാട്ടിലും രാജ്യത്തുടനീളം വഖഫ് ചെയ്തു എന്നത് കൊണ്ടോ, ആ വഖഫിന്റെ സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കാൻ ഭരണകൂടത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായി എന്നതുകൊണ്ടോ ഇവിടുത്തെ മറ്റൊരു ജനവിഭാഗത്തിനും യാതൊരു നിലക്കുള്ള ഒരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ നിങ്ങളും ഞാനും ഒക്കെ എന്റെയും നിങ്ങളുടെയും സ്വത്തിന്റെ ഒരു വിഹിതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം അത് അള്ളാന്റെ മാർഗത്തിലേക്ക് പൊതുവായി നീക്കി വെച്ചാൽ അതുകൊണ്ട് മറ്റൊരാൾക്ക് എന്തൊരു ഉപദ്രവമുള്ളത്?
ഇങ്ങനെ ലോകത്തോട് നമ്മുടെ രാജ്യത്തുടനീളമുള്ള മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീക്കിവെച്ച സ്വത്തുക്കളല്ലേ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത്. ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ വഖഫ് സ്വത്തിനെ ആദരിക്കുകയും അത് ഒരാൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്താൽ പിന്നെ അയാൾക്ക് പോലും അതിൽ പ്രത്യേകമായ ഒരു അധികാരമില്ല ഇസ്ലാമിക വിശ്വാസപ്രകാരം. അപ്പൊ നിങ്ങൾ ഈ പള്ളിയിൽ നിൽക്കുന്ന സ്ഥലവും ഒരു വ്യക്തി വഖഫ് ചെയ്ത് നിർമ്മിച്ച പള്ളിയാണെന്ന് കൂട്ടിക്കോളൂ. അയാൾക്ക് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കുള്ള അവകാശം അല്ലാതെ ഒരു അവകാശം അയാൾക്ക് പ്രത്യേകമായി ഇതിൽ സ്വത്തിലില്ല. അതാണ് ഇസ്ലാമിക വഖഫ് എന്ന് പറഞ്ഞാൽ. വഖഫ് ചെയ്യുന്ന ആൾക്ക് പോലും അതിൽ ആ സ്വത്തിൽ ഒരു പ്രത്യേക പ്രിവിലേജോ അധികാരവും ഇല്ല. അതാണ് വഖഫ്. ആ നിലക്കുള്ള വഖഫിനെ സംരക്ഷിക്കേണ്ടത് ആ വഖഫിൽ വിശ്വസിക്കുന്ന അത് നീതിപൂർവകമായി സംരക്ഷിക്കുന്ന ആളുകളായിരിക്കണം. അതാണ് ഇസ്ലാമിക നിയമം. അതിനിപ്പോ ഒരു അമുസ്ലിം ഭരണകൂടമാണ് എന്നതുകൊണ്ടും മുസ്ലിമീങ്ങളായിട്ടുള്ള വഖഫിനെ ആദരിക്കുന്ന അതിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ആളുകൾ ആ വഖഫ് ബോർഡിൽ ഉണ്ട് എന്നതുകൊണ്ടും ഇവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങൾക്കോ ഭരണകൂടത്തിനോ എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? ഒരു നിലക്കുള്ള ഉപദ്രവം വരാൻ വരുന്നില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും മുസ്ലിം സമുദായത്തെ അരിക്കാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ആ നിലക്കുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയുകയും ഇതിനെയൊക്കെ മാന്യമായ നിലക്ക് വിവേകപൂർവം ഇതിന് തിരുത്തി കൊടുക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മൾ ദീനിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ പഠിക്കുകയും സമൂഹത്തിൽ നമുക്കെതിരെ നടക്കുന്ന നമ്മെ ഒറ്റപ്പെടുത്താനും നമ്മളെ വെറുക്കപ്പെട്ടവരാക്കാനും വേണ്ടി നടത്തുന്ന പ്രചരണങ്ങളൊക്കെ തിരിച്ചറിയുകയും അതിലൊക്കെ കൃത്യമായ ഒരു ജാഗ്രതയോടുകൂടി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ബാധ്യത വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അല്ലാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഇജ്ജത്തോടു കൂടി നിലനിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലും സമ്പത്തിലും നിങ്ങൾ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കും. വല തസ്മഉന്ന, തീർച്ചയായും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളായ ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അതൻ കസീറ, ധാരാളം ഉപദ്രവങ്ങൾ. ഇത് അള്ളാന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ വാക്കാണ്. സത്യനിഷേധികളായ ആളുകളിൽ നിന്ന്, വേദക്കാരായ ജൂതക്രിസ്ത്യാനികളിൽ നിന്ന് ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്ന അങ്ങനെ അറിയാം, വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് നല്ല ദൃഢനിശ്ചയം ആവശ്യമുള്ള കാര്യമാണ്. കാര്യങ്ങൾ ദൃഢനിശ്ചയം ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാല് ഈ വിവാദങ്ങളൊക്കെ കേൾക്കുകയും മുസ്ലിം സമുദായത്തെ സൈഡാക്കാനും ഇല്ലാതെയാക്കാനും ഒരുപാട് കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും കുപ്രചരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോ വെപ്രാളപ്പെട്ട് അസ്വസ്ഥരായി അക്ഷമരായി അവിവേകികളായി പ്രവർത്തിക്കേണ്ടുന്നവരല്ല നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ. എന്നിട്ടോ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ സംരക്ഷിക്കാൻ അള്ളാഹ് ഉണ്ടാകും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് വിവേകപൂർവ്വം ഇടപഴകുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കാനുണ്ടാവും. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? അതല്ല ദൃഢനിശ്ചയം ആവശ്യമുള്ള കാര്യമാണ്. എടുത്തു ചാടാനും കൊലവിളി നടത്താനും മറ്റ് പാർട്ടിക്കാരൊക്കെ ചെയ്യുന്നത് പോലെ റോഡ്സുകളിൽ തമ്മാടിത്തം വിളിച്ച് പറയാനൊക്കെ ഏത് ജാഹിലിനും കഴിയും.
പക്ഷേ ഒരനാവശ്യവും ഒരാളെ കുറിച്ചും വിളിച്ചു പറയാതെ, മുദ്രാവാക്യം വിളിക്കാതെ, ഒരവിവേകവും കാണിക്കാതെ, സമചിത്തതയോടുകൂടി, ക്ഷമയോടുകൂടി, വിവേകത്തോടുകൂടി, പക്വതയോടുകൂടി ഇതിനൊക്കെ നേരിടണമെങ്കിൽ നല്ല ഈമാൻ ആവശ്യമാണ്. അത് അള്ളാഹ് ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നോക്കൂ, എനിക്ക് ഒരു എതിരാളിയിൽ നിന്ന് ഒരു മുള്ളു തറയ്ക്കുന്ന വേദന സഹിച്ചാൽ പോലും നാളെ പരലോകത്ത് എനിക്ക് പ്രതിഫലം കിട്ടും, പരലോകത്ത് അതിന്റെ ഗുണം എനിക്ക് അനുഭവിക്കും എന്ന് വിശ്വാസമുള്ള ഒരു മനുഷ്യൻ വല്ലാതെ പതച്ചു പൊങ്ങൂല. പരലോകമാണ് അള്ളാഹുവിന്റെ, ദുനിയാവിന്റെ നിയന്ത്രണവും പരലോകത്തിന്റെ നിയന്ത്രണവും അള്ളാഹുവിന്റെ കൈകളിലാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയത് അള്ളാഹുവാണ്. അള്ളാഹ് അറിയാതെ ദുനിയാവിലൊന്നും നടക്കൂല. അള്ളാഹ് ഏർപ്പെടുത്തിയതാണ് ഈ പരീക്ഷണം. മൂസാ നബി അലൈഹി സ്വലാമിന് പരീക്ഷണം ഫിർഔൻ ഏർപ്പെടുത്തിയത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പരീക്ഷണമായി നമ്രൂദിനെ ഏർപ്പെടുത്തിയത് അള്ളാഹുവാണ്. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. അവരൊക്കെ പരീക്ഷണങ്ങളൊക്കെ ബുദ്ധിപൂർവകമായി, വിവേകപൂർവമായി, പക്വതയോടുകൂടി നേരിട്ടു. അള്ളാഹു അവർക്ക് വിജയം നൽകി. ഇത് റബ്ബിന്റെ സൂറത്ത് ഇസ്രായില് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളികളിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം പറയുന്ന ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ വലാ തജിദു ലിസുന്നതിനാ തഹ്വീലാ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് എതിരാളികളിൽ നിന്ന് നേരിട്ട വിമർശനത്തെ കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹ് പറയാ, സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിലൊക്കെ നാം സ്വീകരിച്ച നടപടിക്രമമാണത്. വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, നമ്മുടെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും കാണാൻ നിനക്ക് സാധ്യമല്ല. അവൻ മനുഷ്യന്മാർക്ക് സ്വതന്ത്രമായ കഴിവ് കൊടുക്കുക. നിഷ്കളങ്കന്മാരും ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ള നിഷ്കളങ്കന്മാരൊക്കെ സത്യത്തിന്റെ മാർഗം സ്വീകരിക്കുക. അഹങ്കാരികളായ ആളുകൾ, സത്യത്തെ വെറുക്കുന്ന ആളുകൾ, അവരുടെ ഇഷ്ടപ്രകാരം അവർ ഈ നിഷ്കളങ്കരായ, സാധുക്കളായ, ദുർബലരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുക. ഇത് രണ്ടും ഇവരുടെ സ്വതന്ത്ര ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. എന്നിട്ട് നിഷ്കളങ്കരായ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ വിനയാന്വിതരായ അടിമകളായി ജീവിക്കുന്ന ആളുകൾ, അവരോട് ഈ അഹങ്കാരികളായിട്ടുള്ള ആളുകൾ കാണിക്കുന്ന അക്രമം, ആ അക്രമത്തിന് നാളെ പരലോകത്ത് വിചാരണ നടത്തിയിട്ട് അവർക്ക് അർഹമായ ശിക്ഷ നൽകുക. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ സഹനത്തിനും ക്ഷമക്കും അത്യുന്നതമായ സ്ഥാനവും പദവിയും നൽകുക. ഇതാണ് റബ്ബിന്റെ തീരുമാനം. അതാ സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നാം സ്വീകരിച്ച നടപടിക്രമമാണത്. വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, ആ നടപടിക്രമത്തിൽ ഒരു മാറ്റവും കാണാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം ഏർപ്പെടുത്തിയത് അള്ളാഹുവാണ്. ഇതിന് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ എങ്ങനെയാണോ പരീക്ഷണത്തെ നേരിട്ടത്, അങ്ങനെ വിവേകപൂർവമായി, അക്ഷമരാവാതെ, പതച്ചു പൊങ്ങാതെ നേരിടേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. വളരെ സമചിത്തതയോടുകൂടി ഈ ഇസ്ലാമിന്റെ മഹത്വത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരുണ്ടാക്കി തീർക്കുന്ന തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, വിജയം, അന്തിമമായി വിശ്വാസികൾക്ക് വിജയം ഉണ്ടാകും. ഇതാണ് ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും നമുക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മെ കൊണ്ട് ഏത് നിലക്കാണോ അതിനെ പ്രതിരോധിക്കാനും ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെയും ഉപദ്രവങ്ങളെയും അതിൽ നിന്നും മുസ്ലിം സമുദായത്തെ രക്ഷിക്കാനും സാധിക്കുക. അതിന് ആവശ്യമായ പ്രവാചകന്മാർ മാതൃക കാണിച്ചാൽ എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി എതിരാളികൾ ചെയ്തു കൂട്ടുന്ന എല്ലാ കുതന്ത്രങ്ങളും അള്ളാഹു പരാജയപ്പെടുത്തുകയും അതൊക്കെയും വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, യഖീനായ ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. പഠിച്ചവനെ,
ഞങ്ങൾ ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. اللهم إنا نجعلك في نحور أعدائنا، اللهم إنا نجعلك في نحور أعدائنا، اللهم إنا نجعلك في نحور أعدائنا. اللهم شتت شملهم وفرق جمعهم يا رب العالمين. اللهم شتت شملهم وفرق جمعهم يا رب العالمين. اللهم شتت شملهم وفرق جمعهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.